എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ കുറുമയായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നും എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എല്ലില്ലാത്ത ചിക്കൻ്റെ കഷ്ണങ്ങളാണ്, ഒരു 1/2 കിലോ ചിക്കനാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമുണ്ട്. അതും ഇതേപോലെ തന്നെ സ്ക്വയർ പീസിലൊക്കെ അരിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ ഒരു 2 ഉരുളൻകിഴങ്ങ് ഞാൻ ചേർത്തിട്ടുണ്ട്. അതേപോലെ ക്യാരറ്റ്, ബീൻസും എടുത്തിട്ടുണ്ട് കേട്ടോ. ബീൻസ് ഒരു 2 ബീൻസ് അരിഞ്ഞിട്ടുണ്ട്. അതേപോലെ ക്യാരറ്റും സ്ക്വയർ പീസിൽ അരിഞ്ഞതാണ്. പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഇഞ്ചി. അപ്പോൾ അതൊന്നും ചതയ്ക്കൊന്നും വേണ്ട, അങ്ങനെ തന്നെ ചേർക്കാം. അതുപോലെ കുരുമുളക് മുഴുവനായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത്. പൊടി ചേർക്കണ്ട, മുഴുവൻ കുരുമുളകാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോഴാണ് നമുക്ക് കറി കഴിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുക. എന്നിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടി നമ്മളൊന്ന് മിക്സ് ആക്കണം. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് ചേർക്കേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കനിൽ അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മളിത് ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നത്. ബാക്കി വെന്തതിന് ശേഷം എല്ലാം നമ്മൾ തേങ്ങാപ്പാലിലാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇത് വേവാനുള്ള ഒരു തരി വെള്ളം മാത്രം നമ്മൾ ചേർത്താൽ മതി കേട്ടോ. അതിനുശേഷം ഒരു 2 വിസിൽ, അത് ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിട്ട് കേട്ടോ. നമുക്ക് ചിക്കനും എല്ലാ കഷ്ണങ്ങളും വെന്ത് കിട്ടണം. അപ്പോൾ ഈ ചിക്കനൊക്കെ അതിന് പെട്ടെന്ന് വേവും. നാടൻ കോഴി അല്ലല്ലോ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണല്ലോ. അത് കാരണം പെട്ടെന്ന് ഒരു 2 വിസിലൊക്കെ വേവും കേട്ടോ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് നമ്മളിതേ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഒരു മസാല ഉണ്ടാക്കാണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഞാൻ നെയ്യാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കറി മുഴുവൻ നെയ്യിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ നെയ്യും അതേപോലെ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുമാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നെയ്യില്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. നെയ്യും കൂടി ചേർത്തൊരു പ്രത്യേക ഒരു മണം കിട്ടും. ഇതിലേക്ക് ഞാനൊരു 2 ഏലക്കായ, 2 കരയാമ്പൂ, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, അതേപോലെ ഒരു 1/4 ടീസ്പൂണ് കസ്കസും ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആ നെയ്യിലും വെളിച്ചെണ്ണയിലൊക്കെ ആകുമ്പോൾ പ്രത്യേക ഒരു മണം കിട്ടും. ഇനി ഇതിലേക്ക് ഒരു സബോളയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഒരു വലിയൊരു സബോളയാണ് കേട്ടോ. നമ്മൾ ചിക്കനനുസരിച്ചിട്ട് നമുക്ക് സബോള ചേർക്കാം. 1 കിലോനൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1.5 സബോളയ്ക്ക് വരെ എടുക്കാവുന്നതാണ് കേട്ടോ. ഒരുപാട് സബോള ആയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. കൂടി വന്നൊരു 1.5 സബോള അതൊക്കെ മതി കേട്ടോ. അതേപോലെ ആവശ്യത്തിനുള്ള പച്ചമുളക് കേട്ടോ. നമ്മളിതിലേക്ക് മുളക് പൊടിയോ ഒന്നും ചേർക്കണില്ല. പിന്നെ ഈ കറി വെളുത്തിട്ടാണ് ഇരിക്കുന്നത്, അത് കാരണം മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കണില്ല കേട്ടോ. പച്ചമുളകും കുരുമുളകും അതാണ് ഇതിന് എരിവ് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള വേപ്പിൻ്റെ ഇല, പിന്നെ ഞാൻ ഇതിലും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റേതിൽ കുറച്ച് ചേർക്കുക, അതേപോലെ ഇതിലും അങ്ങനെയായിട്ട് നമ്മൾ ചേർത്താൽ മതി കേട്ടോ. അതിന് ശേഷം നമ്മുടെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശമുണ്ട്, അത് നമുക്കിതിൽ ഒഴിച്ചാൽ അങ്ങനെ കിടന്ന് വറ്റിക്കോട്ടെ കേട്ടോ. അധികമൊന്നുമില്ല. നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെള്ളവും പിന്നെ അത് വറ്റിക്കാനൊക്കെ നിൽക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ എല്ലാതും കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. സബോളയ്ക്ക് ജസ്റ്റ് ഒന്ന് വഴന്നു വന്നാൽ മതി കേട്ടോ. കാരണം ഇനി ഇതിൽ 2ാം പാൽ ഒഴിച്ചിട്ടൊക്കെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ നന്നായി ഉടഞ്ഞ് പേസ്റ്റ് ആവണ്ട കേട്ടോ. കാരണം ഒരു കുറുമക്കറിയൊക്കെ ആകുമ്പോൾ ഉരുളൻകിഴങ്ങ് അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ കെടുക്കണം. അപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. കണ്ടോ, എല്ലാതും നന്നായിട്ട് യോജിപ്പിച്ച് ഇങ്ങനെ എടുക്കണം കേട്ടോ. അപ്പോൾ ഈ യോജിപ്പിക്കുന്നതിൽ തന്നെ നമ്മുടെ ഉണ്ടായിരുന്ന ആ ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ടാവും. അതിനുശേഷമാണ് നമ്മൾ 2ാം പാലിൽ ഇത് ഒന്നുകൂടി നന്നായിട്ടാണ് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കനും അതേപോലെ നമ്മൾ പിന്നെ 2ാമത് ചേർത്ത സബോള, പിന്നെ കുറച്ച് സ്പൈസസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരുമിച്ച് യോജിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് 2ാം പാലിലാണ് കിടന്ന് നന്നായിട്ട് വെന്ത് വരേണ്ടത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 സ്പൂൺ ഗരം മസാലയുടെ പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു പ്രത്യേക ഒരു മണം കിട്ടും. നമ്മളിപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ ആ സ്പൈസസുകൾ ചേർത്തിട്ടുണ്ടല്ലോ, ഏലക്കായ ഇതൊക്കെ. അതിന് ശേഷം മല്ലിയില നമ്മൾ ഇടുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി എല്ലാതും നന്നായി വെന്തു എന്ന് ഉറപ്പ് വരുമ്പോഴാണ് നമ്മളിനി 1ാം പാല് ചേർക്കേണ്ടത്. കാരണം 1ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളപ്പിക്കാനൊന്നും പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടാവാനേ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് പിരിഞ്ഞു പോവും.
അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ കുറുമക്കറി മഞ്ഞ കളറിൽ വേണമെന്നുണ്ട് എങ്കിൽ നമ്മൾ ആ സബോള വഴറ്റുന്ന ടൈം ഉണ്ടല്ലോ, അപ്പോൾ ഒരു തരി മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. പിന്നെ മുളക് പൊടിയൊന്നും നമ്മൾ അങ്ങനെ കുറുമക്കറിയിൽ അങ്ങനെ അധികം ചേർക്കാറൊന്നുമില്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാണ്. പിന്നെ ഞാനൊരു 1/2 സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് അതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വേണമെങ്കിൽ വറുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ കണ്ടോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് രാവിലെ നമ്മുടെ ഒരു ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വെള്ളയപ്പൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ കുറുമയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ.